ചെങ്കടലിലൂടെ എന്നുള്ളതായ വേദപഠനത്തിലേക്ക് മാന്യ പ്രേക്ഷകർ ഏവർക്കും സ്വാഗതം. സമയത്ത് നമ്മളോടൊപ്പം അനേക ആശയങ്ങൾ പങ്കുവെക്കുവാനായിട്ട് ചർച്ചയിൽ പങ്കുചേരുവാനായിട്ട് പാസ്റ്റർ രാജു ജോസഫ്, പാസ്റ്റർ മഹേഷ് മണി പ്രിയമുള്ളവർ നമ്മുടെ മധ്യയിൽ കിടന്നുണ്ട്. പ്രിയമുള്ളവരെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. നമസ്കാരം. നമുക്ക് പുറപ്പാട് പുസ്തകത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഈ നാളുകളിൽ നമ്മൾ കാര്യങ്ങളെല്ലാം പഠിച്ചു വരുന്നത്. അപ്പോൾ പുറപ്പാട് അവിടെ 14, 13, 14 വാക്യങ്ങൾ പ്രത്യേകിച്ച് ഈ ചെങ്കടലിലൂടെ ദൈവത്തിൻ്റെ നടത്തിയ വഴികളെ കുറിച്ചും ദൈവം എപ്രകാരം അവരെ നയിക്കുന്നു എന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് അവിടെ വായിക്കുവാൻ കഴിയും. അതിനെ ആസ്പദമാക്കി എന്തെങ്കിലും പറയാനായിട്ട് സാധിക്കുമോ? ഇസ്രായേൽ മക്കളെ ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് വിളിച്ചു വേർതിരിക്കുവാൻ ദൈവം ആഗ്രഹിച്ച പ്രകാരം മോശ മുഖാന്തരം അത് സാധ്യമാക്കി. ആ സാധ്യമാക്കിയ മോശ അവരെ വിളിച്ച് വേർതിരിച്ച് വരുന്ന വഴിമധ്യയാണ് അവർക്ക് വലിയൊരു പ്രതിസന്ധി നേരിടുന്നത്. ചെങ്കടലിൻ്റെ മധ്യേ, അഥവാ ചെങ്കടൽ വിവാഹിച്ചപ്പുറത്തേക്ക് പോകുവാൻ കഴിയില്ല. പുറകിൽ ഇവർക്ക് അനുവാദം കൊടുത്ത് പൊയ്ക്കൊള്ളുവാൻ അനുവാദം കൊടുത്തതായ ഫറവോൻ അല്പസമയത്തിന് ശേഷം മനം മാറി. ഈ ജനം പോയി കഴിഞ്ഞാൽ അവരുടെ സാമ്പത്തിക നിലവാരങ്ങൾക്ക് മാറ്റമുണ്ടാകും. അവരുടെ തൊഴിലാളികളെന്ന് പറയുന്ന തൊഴിലാളി വർഗം മാറ്റപ്പെടും. അവരുടെ തൊഴിൽ സ്തംഭനത്തിലാകും. അങ്ങനെ പ്രതികൂലങ്ങൾ ഒത്തിരി ഉണ്ടാകുമെന്നറിഞ്ഞിട്ട് പറഞ്ഞു, ഇല്ല, നമ്മൾ അവരെ പിന്തുടർന്ന് പിടിച്ചുകൊണ്ട് വരിക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇറങ്ങി പുറപ്പെടുന്നത്. അങ്ങനെ അവർ പിന്നാലെ വരുന്നു. മുൻപിൽ അവർ പുറകിലേക്ക് നോക്കുമ്പോഴത്തേനും വലിയ ഒരു സൈന്യം വരുന്നതായി കാണുന്നു. മുൻപോട്ട് പോകുവാൻ കഴിയില്ല. അവിടെ ചെങ്കടൽ. ഈ ചെങ്കടലിൻ്റെ മധ്യേ അവർ എങ്ങനെ മുൻപോട്ട് പോകുവാൻ കഴിയുമെന്നുള്ളതായ ആ വ്യാകുലത നിറഞ്ഞ ജനം, 1, 2 പേരല്ല, പുരുഷന്മാർ മാത്രമാണ് കണക്ക് പറഞ്ഞെങ്കിൽ 6 ലക്ഷം. അപ്പോൾ അതിൻ്റെ ഇരട്ടിയിലധികം സ്ത്രീകൾ, അതിൻ്റെ ഇരട്ടിയിലധികം കുഞ്ഞുങ്ങൾ. അപ്പോൾ ഇത്രയും വലിയൊരു ജനസമൂഹം മാർഗം അടയപ്പെട്ട നിലയിൽ നിൽക്കുമ്പോൾ ഇവരെ വിളിച്ച് വേർതിരിച്ചു കൊണ്ടുവന്നതായ മോശയ്ക്കും അഹരോനും മറ്റുള്ള ആളുകൾക്കൊക്കെയും വളരെ ഭയമുണ്ടാകും. കാരണം ഇനി എന്താണ് സംഭവിക്കുവാൻ പോകുന്നത്. എന്നാൽ ആ ഒരു സാഹചര്യത്തെ അതിജീവിപ്പാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ അത്ഭുതകരമാകുന്ന കരം മോശയിൽ കൂടി പ്രവർത്തിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധ്യമാകും. തുടർന്ന് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു ഫറവോൻ ഈ ഇസ്രായേൽ ജനങ്ങളെ വിടുവിക്കുന്നതിന് മുൻപായിട്ട്, അതിന് അവരെ റിലീസ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഒരു പ്രത്യേക വിചിത്രമായ ഒരു യാചന അവിടെ മുൻപോട്ട് വെക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്താണെന്ന് അതിനെക്കുറിച്ച് പറയാൻ പറ്റുമോ? ഇവിടെ നോക്കുമ്പോൾ ഫറവോൻ മോശെ അഹരോനെയും രാത്രിയിൽ വിളിപ്പിച്ചു എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അങ്ങനെ രാത്രിയിൽ വിളിപ്പിച്ചിട്ട് അവരോട് പറയുകയാണ്, ഇസ്രായേൽ ജനങ്ങളെയും കൊണ്ട് ഇവിടെ നിന്നും പൊയ്ക്കൊള്ളുക. എന്നിട്ട് പറയുകയാണ്, എനിക്കും വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞതിന് ശേഷം ഫറവോൻ ഇസ്രായേൽ ജനങ്ങളെ വിട്ടയക്കുകയാണ്. അങ്ങനെ ഇസ്രായേൽ ജനങ്ങൾ അവിടെ ആജ്ഞ കൊടുക്കുന്നതിനേക്കാൾ ഉപരി ഫറവോൻ ചെയ്യുന്നൊരു കാര്യം, രാത്രിയിൽ ഇവരെ വിളിപ്പിച്ചിട്ട് ഇവരോട് പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് ഫറവോന് വേണ്ടിയും സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറയുകയാണ്. അപ്പോൾ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ഹൃദയ പരിവർത്തനം ഫറവോന് സംഭവിക്കുന്നു. അങ്ങനെ ചെയ്യാൻ പറയുന്നു. അങ്ങനെ അവർ പോകുന്നതായിട്ടുള്ള സമയത്ത് അതിൻ്റെ താഴോട്ടുള്ള ഭാഗത്ത് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ദൈവം മുന്നമേ മോശയോട് കൽപ്പിച്ചു, നിങ്ങൾ ഇസ്രായേൽ ജനങ്ങളോട് വെള്ളി ആഭരണങ്ങളും പൊന്നാഭരണങ്ങളൊക്കെയും ചോദിച്ച് വാങ്ങണമെന്ന്. ഇവിടെ അവർ ആ സമീപത്തുള്ളതായിട്ടുള്ള ജനങ്ങളോട് ചോദിക്കുന്നു, അവർ കൊടുക്കുന്നു. ഇവിടെ പറയുന്നത് ദൈവത്തിന് അവരോട് കൃപ തോന്നി, അങ്ങനെ ദൈവം അവർക്ക് കൊടുത്തു എന്നാണ് പറയുന്നത്. അങ്ങനെ അവർ വാങ്ങിക്കൊണ്ട് പോകുന്നു. എന്നാൽ ഫറവോന് അങ്ങനെ ഒരു ദൈവിക കൃപയുടെ അനുഭവം ഉണ്ടാകുന്നില്ല. കാരണം കുഞ്ഞുങ്ങളെയൊക്കെയും കൊന്നൊടുക്കിയത് കൊണ്ടാവാം, അതോ ആ ഫറവോൻ ഹൃദയത്തെ കഠിനമാക്കി തന്നെ വച്ചതുകൊണ്ടാവാം. എന്തായാലും ഫറവോന് ആ കൃപ ലഭിക്കുന്നില്ല. എന്നാൽ മറ്റുള്ളവർക്ക് ദൈവത്തിൽ നിന്നും കൃപ ലഭിച്ചു. അവർ ആ ദാനങ്ങളെ കൊടുത്ത് ഇസ്രായേൽ ജനങ്ങളെ മിസ്രൈം ദേശത്ത് നിന്നും പറഞ്ഞയക്കുന്നു. അങ്ങനെ അവർ അവിടെ നിന്നും പോകുന്നു. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഫറവോൻ കഠിനഹൃദയനായിരുന്നു. പെട്ടെന്ന് ഒരു മാറ്റം വരുന്നു. ഉടനെ ജനങ്ങളെ രാത്രിയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ട് പോയിക്കൊള്ളുക, ഇവിടെ നിന്ന് കടന്നു പോവുക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വരുന്നു. ഇതെല്ലാം നമ്മൾ നോക്കുമ്പോൾ
നമ്മുടെ ജീവിതത്തെ ഒന്ന് താരതമ്യം ചെയ്യാം. നമ്മൾ എത്ര പ്രാവശ്യം നമ്മൾ ചെയ്തത് തെറ്റായിപ്പോയി, ഇത് ചെയ്തത് ശരിയല്ലായിരുന്നു, ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് എത്ര പ്രാവശ്യം നമ്മൾ പശ്ചാത്താപിക്കുന്നു. പിന്നീട് അതിൻ്റെ ഒരു തിക്തഫലങ്ങളെക്കുറിച്ച് ചിന്തിച്ച് വളരെയധികം ആ പ്രവൃത്തികൾ അത് ശരിയായിരുന്നോ തെറ്റായിരുന്നോ എന്നൊക്കെ വിലയിരുത്തുന്നതായ ഒരു സമയമുണ്ട്. അതിനെക്കുറിച്ച് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും നമ്മൾ ജീവിതത്തിൽ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ സാധാരണ സംസാരിക്കാറുള്ള ഒരു കാര്യം കൂടിയാണ്. നമ്മൾ തിങ്ക് ട്വൈസ് ബിഫോർ യു ആക്ട് എന്ന് പറയുന്ന പോലെ, നമ്മൾ ഒരു കാര്യം ചെയ്യുവാൻ ആഗ്രഹിക്കുമ്പോൾ അതിൻ്റെ വശങ്ങളെക്കുറിച്ച് വിലയിരുത്തണം. അത് ദൈവികമാകുന്ന ഒരനുഭവത്തിൽ, കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നമ്മെ നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും ബോധം വരുത്തുന്ന അനുഭവം. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ ദൈവിക ചിന്തകൾക്ക് വശംവദനായിക്കൊണ്ട് തന്നെ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ഇനി മനുഷ്യൻ തെറ്റുകളുടെ ഒരു പ്രതീകമാണ് എന്ന് പറയുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ കുറവുകളുണ്ട്. ആ കുറവുകൾ ഉള്ളപ്പോൾ തന്നെ ആ കുറവുകളിൽ മുൻപിലേക്ക് വരുവാൻ പോകുന്ന ഭവിഷ്യത്ത് എന്തെന്ന് മുൻകൂട്ടി ചിന്തിക്കുന്ന ഒരു അനുഭവം ഉണ്ടെങ്കിൽ ഒട്ടനവധി കാര്യങ്ങളെ നമുക്ക് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുവാനായിട്ട് സാധിക്കും. ഒരു ഉദാഹരണം പറയട്ടെ. ഇപ്പോൾ നമുക്ക് ജീവിക്കുവാൻ വേണ്ടത്, അല്ലെങ്കിൽ നമുക്കൊരാവശ്യം 25,000 രൂപ വേണം. എന്നാൽ ആ പണം നമുക്ക് ഉണ്ടാകുന്നില്ല. എന്നാൽ ഏതെങ്കിലും ഒരു മാർഗത്തിൽ കൂടി ആ പണം നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്, അത് കുറുക്ക് വഴിയിൽ കൂടിയാണ് എന്ന് വെച്ചു. അപ്പോൾ എന്ത് ചെയ്യും? അതൊരു തെറ്റായി മാറും. അപ്പോൾ നമ്മളെന്ത് ചെയ്യേണ്ടത്? നേരായ പാതയിൽ കൂടി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവം ഉണ്ടാകണം. അങ്ങനെ മാത്രം ചിന്തിക്കുമ്പോഴേ നമുക്ക് തെറ്റുകളെ വിവേചിച്ചറിയാൻ കഴിയുകയുള്ളൂ. ഒരു പൂർണ്ണമായ ഒരു മാനസാന്തരം നമുക്ക് ഉണ്ടാകണം. അല്ലാതെ നമ്മൾ ഭാഗികമായ ഒരു പ്രകടനം നടത്താൻ ഒരിക്കലും നമ്മൾ പരിശ്രമിക്കരുത്. നല്ല ചർച്ചയാണ്. ഈ ചർച്ച നമ്മൾ തുടരുന്നതായിരിക്കും. മാന്യ പ്രേക്ഷകരെ, ആരും എങ്ങും പോകരുത്. ഈ ചർച്ച ഞങ്ങൾ തുടരുന്നു. ചെങ്കടലിലൂടെ എന്നുള്ളതായ വേദപഠനത്തിലേക്ക് മാന്യ പ്രേക്ഷകർ ഏവർക്കും വീണ്ടും സ്വാഗതം. ഇവിടെ ചെങ്കടലിലൂടെ എന്നുള്ള ഈ പാഠപഠനത്തിലൂടെ ഇസ്രായേൽ ജനങ്ങളുടെ ജനജീവിതം, അവർ പുറപ്പെട്ടു പോകുന്ന അനുഭവങ്ങളെക്കുറിച്ചെല്ലാം നമ്മളിവിടെ കാണും. നമ്മൾ നോക്കുമ്പോൾ ഇസ്രായേൽ ജനം മിസ്രൈമിലിരുന്നപ്പോൾ ഇസ്രായേൽ ജനങ്ങളുടെ ആ കടിഞ്ഞൂലുകളെ സംഹരിച്ചില്ല. അത് എന്തുകൊണ്ടാണ്? അതെങ്ങനെയാണ്? അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? അതിനെക്കുറിച്ച് പറയാൻ പറ്റുമോ? നമ്മൾ പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 1 മുതൽ താഴോട്ടുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ നിബന്ധന വചനം പറയുന്നു, ആദ്യജാതന്മാർ കടിഞ്ഞൂലുകൾ സ്വർഗത്തിലെ ദൈവത്തിന് വേണ്ടി വേർതിരിക്കണം, അല്ലെങ്കിൽ അവരെ വിശുദ്ധീകരിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. നമുക്കറിയാം, ദൈവം തിരഞ്ഞെടുത്ത ഒരു ഗോത്രമാണ് ലേവ്യ ഗോത്രം. ദൈവം ലേവ്യ ഗോത്രത്തെ തിരഞ്ഞെടുക്കുമ്പോൾ അവരോട് പറയുന്നു, ലേവ്യ ഗോത്രം മറ്റ് ഗോത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേർതിരിച്ചിരിക്കുന്നതാണ് എന്ന് പറയുന്നു. ഇനി ആ ലേവ്യ ഗോത്രത്തിലെ ആദ്യജാതന്മാരെ സ്വർഗത്തിലെ ദൈവത്തിന് വേണ്ടി, അല്ലെങ്കിൽ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്നതിന് വേണ്ടി അവരെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കണമെന്നും ദൈവം പറയുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അപ്പോൾ ദൈവത്തിന് ആദ്യജാതന്മാരെ, അല്ലെങ്കിൽ കടിഞ്ഞൂലുകളെ ദൈവത്തിന് വേണ്ടി വിശുദ്ധീകരിക്കണം, അതിന് ദൈവത്തിന് വേണ്ടി ഉള്ളതാണ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ആദ്യ ഫലങ്ങൾ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കണമെന്നും ദൈവത്തിൻ്റെ വചനം പറയുന്നു. അപ്പോൾ ദൈവം വിശുദ്ധീകരിച്ചിരിക്കുന്ന ഒന്നാണ് ആദ്യജാതന്മാർ, അല്ലെങ്കിൽ ഈ കടിഞ്ഞൂലുകൾ. അപ്പോൾ ഇസ്രായേൽ ജനങ്ങളുടെ ആദ്യജാതന്മാരെയും ദൈവം വിശുദ്ധീകരിച്ച് മാറ്റിവെച്ചിരിക്കുന്നു. അത് എപ്രകാരമാണ് ദൈവം വിശുദ്ധീകരിച്ച് അവരെ അതിൽ നിന്നും മാറ്റിയതെന്ന് വളരെ വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കും. അതായത് ക്രിസ്തുവിൻ്റെ രക്തത്തെ പ്രദാനം ചെയ്യുന്ന പെസഹ കുഞ്ഞാടിൻ്റെ രക്തത്താലാണ് ദൈവം സംഹാരകനിൽ നിന്നും അവരെ വേർതിരിച്ച് എടുത്തിരിക്കുന്നത്, ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നതിന് വേണ്ടി. ഇനി നമ്മൾ വെളിപ്പാട് പുസ്തകം അതിൽ 144,000 പേരെ കുറിച്ച് പറയുമ്പോഴും അവരെ ദൈവം വേർതിരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ആദ്യ ഫലങ്ങളായിട്ട് ദൈവം ശേഖരിച്ചിരിക്കുന്നു എന്ന് പറയും. അതുപോലെ ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോഴും ക്രിസ്തു മരിച്ചവരിൽ നിന്നും ആദ്യ ഫലമായിട്ട് ആദ്യജാതനായിട്ട്, അല്ലെങ്കിൽ ആദ്യ ഫലമായിട്ട് ക്രിസ്തുവും വേർതിരിച്ചിരിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിനെ പിതാവായ ദൈവം ലോകത്തിന് അയച്ച് ലോകത്തിലെ ആദ്യജാതന്മാരെ, അല്ലെങ്കിൽ ക്രിസ്തുവിനുള്ളവരെ ദൈവം ക്രിസ്തുവിൻ്റെ രക്തത്താൽ വേർതിരിച്ചിരിക്കുന്നുവെന്ന് കാണുവാൻ സാധിക്കും. അതെ. അപ്പോൾ അവിടെ വളരെ നല്ലൊരു ആൻസറാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ അവിടെ നമ്മൾ തുടർന്ന് നമ്മൾ നോക്കുമ്പോൾ
നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ മോശയുടെ കുഞ്ഞാട്ടിൻ്റെ പാട്ടും മോശയുടെ പാട്ട് എന്ന് പറയുന്നു. മോശയുടെ പാട്ടിൻ്റെ ഉള്ളടക്കം എന്താണ്? മോശയുടെ പാട്ട് യഥാർത്ഥമായിട്ട് രക്ഷയെക്കുറിച്ചാണ്, ദൈവത്തെക്കുറിച്ചാണ്, ദൈവീകത്തിൻ്റെ രക്ഷാപദ്ധതിയാണ്. കുഞ്ഞാടിൻ്റെ പാട്ട് എന്ന് പറയുന്നത് തന്നെയാണ് ദൈവത്തിൻ്റെ പാട്ട്. കുഞ്ഞാടിനെക്കുറിച്ച് യേശുക്രിസ്തുവിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മൾ കണ്ട് ഇസ്രായേൽ മക്കളെ വിളിച്ചു വേർതിരിക്കുമ്പോൾ അവരെ കർത്താവിനെ പ്രദാനം ചെയ്യുന്നതാണ് അവരുടെ കുറുമ്പടിമേൽ കട്ടിളമേലും രക്തം ചിന്തിയത്. കർത്താവ് കാൽവറിയിൽ യാഗമായി തീർന്നതിന് മുൻപ് തന്നെ ഇപ്രകാരം ഒരു വീണ്ടെടുപ്പിൻ പദ്ധതി, ഒരു രക്ഷാപദ്ധതി ഒരുക്കിയിരിക്കുന്നു എന്ന് ആദ്യമേ അത് പൊരുളായി കാണുന്നതാണ് ഈ ഇസ്രായേൽ മക്കളെ വിളിച്ചു വേർതിരിക്കുന്നതായ ആ ശുശ്രൂഷ. അപ്പോൾ ഈ രണ്ടിടത്തും നമുക്ക് കാണുവാൻ സാധ്യമാകുന്നത് പിതാവായ ദൈവത്തിൻ്റെ ദൗത്യം അത് പുത്രനായ ക്രിസ്തുവിൽ കൂടി സാധ്യമാക്കി തരുന്നത് അന്ന് ഇസ്രായേലിന് കാണിച്ചു കൊടുത്തു. 2000 വർഷങ്ങൾക്ക് ശേഷം നമുക്ക് കാണുവാൻ സാധ്യമാകും കർത്താവായ എന്ന യേശു എന്ന രക്ഷകൻ ഈ ഭൂമിയിലേക്ക് വന്ന് തൻ്റെ രക്തം ചീന്തി പാപിയായ മനുഷ്യനെ വീണ്ടെടുത്തിരിക്കുന്നു എന്നുള്ളത്. ആ ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ പങ്കാളികളായിരിക്കുന്ന രക്ഷാപദ്ധതിയിലായിരിക്കുന്നവർക്ക് പ്രത്യാശിക്കുവാൻ കഴിയുന്നു. ആ ക്രിസ്തു രണ്ടാമത് എൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ വരിക. അപ്പോൾ നമ്മൾ വിചാരിക്കേണ്ടത് അല്ലെങ്കിൽ നാം കാണേണ്ടത് യേശുക്രിസ്തുവിനെ തന്നെയാണ് പിതാവിൽ കൂടി ഈ വീണ്ടെടുപ്പിൻ പദ്ധതിയിൽ കൂടി വെളിപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. നമ്മൾ നോക്കുമ്പോൾ തന്നെ ജനങ്ങൾ പലവിധമായ കാര്യങ്ങൾ ദൈവവും വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്, അടയാളങ്ങളെക്കുറിച്ച് ഒക്കെ. എന്താണ് ഈ ജനങ്ങളുടെ കൈമേലും അവരുടെ കണ്ണിൻ്റെ മധ്യത്തിലും ഒരു അടയാളമായി വെക്കണമെന്ന് ദൈവം പറയുന്നത്? പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിലും 16-ാമത്തെ വാക്യത്തിലും ദൈവം ഇതേ കാര്യം ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഈ രണ്ട് ഭാഗങ്ങളിലല്ല. ഇനി ആവർത്തന പുസ്തകം മോശ എഴുതിയതായിട്ടുള്ള കാര്യങ്ങളെ വീണ്ടും ആവർത്തിച്ചെഴുതുന്ന സമയത്ത് ആവർത്തന പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ യഹോവയായ ദൈവം ഞാൻ ഏകൻ തന്നെ എന്ന് പറയുന്ന സ്ഥലത്തും ഇതുപോലെ ദൈവം എടുത്തു പറഞ്ഞിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഇവിടെ മാത്രമല്ല, പല ആവർത്തി ദൈവം എടുത്തു പറയുന്നു. ഇത് നിങ്ങളുടെ കണ്ണുകളുടെ മധ്യത്തിലും അതുപോലെ തന്നെ നിങ്ങളുടെ കൈക്കും ജ്ഞാപകമായിരിക്കണമെന്നും ഇത് നിങ്ങൾ നിങ്ങളുടെ തലമുറയോട് ഇത് പറയണമെന്നും ദൈവം പറഞ്ഞു വച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു കാര്യം. ഇവിടെ പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ന്യായപ്രമാണം, ദൈവകൽപ്പനകൾ നിങ്ങളുടെ കണ്ണിന് പട്ടമായിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ കൈക്ക് അടയാളമായിരിക്കണമെന്ന് പറയുന്നു. ഇനി തുടർന്ന് അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ പറയുന്നത് പെസഹ കുഞ്ഞാടായിരിക്കുന്ന ക്രിസ്തുവിലൂടെ നിങ്ങളെ വീണ്ടെടുത്ത കാര്യം നിങ്ങൾ തലമുറയായിട്ട് നിങ്ങൾ ഓർക്കുന്നതിന് വേണ്ടി അത് നിങ്ങളുടെ നെറ്റിക്ക് അല്ലെങ്കിൽ കണ്ണിന് മധ്യത്തിൽ പട്ടമായിട്ടും നിങ്ങളുടെ കൈക്ക് അടയാളമായി ഇരിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി ഇതേ രണ്ട് കാര്യങ്ങളെ എടുത്ത് പറഞ്ഞുകൊണ്ട് ആവർത്തന പുസ്തകത്തിൽ ദൈവം ആരാണ്, ഞാൻ ഏകനാണ്, ഞാനാണ് ദൈവം എന്ന് ദൈവം ആവർത്തിച്ച് പറയുന്ന വേളയിലും ദൈവം പറയുന്നു ഈ കാര്യങ്ങളൊക്കെയും ജ്ഞാപകമായിട്ട് നിങ്ങളുടെ നെറ്റിക്കും അതുപോലെ നിങ്ങളുടെ കണ്ണിനും അടയാളമായിരിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഇനി നമ്മൾ പുതിയ നിയമ പുസ്തകത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ പറയുമ്പോൾ മൃഗത്തിൻ്റെ മുദ്രയെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം എടുത്തു പറയുന്ന വേളയിൽ ദൈവത്തിൻ്റെ വചനം അവിടെ പറയുന്നു മൃഗത്തിൻ്റെ മുദ്ര നിങ്ങളുടെ കൈമേലോ നെറ്റിമേലോ ഏൽക്കരുത് എന്ന്. ഈ ഭാഗവുമായിട്ട് ഒരു അടുത്ത ബന്ധം ഈ ഭാഗങ്ങൾക്കുണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവം അടയാളമായിരിക്കണമെന്ന് പറയുന്നിടത്ത് തന്നെ മൃഗത്തിൻ്റെ മുദ്രയും ഏൽക്കണമെന്ന് മൃഗം പറയുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം ദൈവത്തിൻ്റെ കൽപ്പനകളും ദൈവത്തിൻ്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിലൂടെയുള്ള വിടുതലും ദൈവകൽപ്പനയും യേശുവിനുള്ള വിശ്വാസവും അതാണ് നമ്മുടെ കണ്ണുകൾക്ക് മധ്യത്തിൽ അടയാളമായിട്ടും നമ്മുടെ കൈകൾക്ക് അടയാളമായി ഇരിക്കേണ്ടത്. അവിടെയാണ് പിശാച് പ്രവർത്തിച്ച് പിശാചിൻ്റെ മുദ്രയെ മൃഗത്തിൻ്റെ മുദ്രയെ ഏൽപ്പിക്കുവാൻ പിശാച് ശ്രമിക്കുകയും ചെയ്യുന്നതെന്ന് കാണുവാൻ സാധിക്കും. അപ്പോൾ നമ്മൾ അടയാളം ദൈവത്തിൻ്റെ മക്കൾ ദൈവകൽപ്പനകൾ പ്രമാണിക്കുന്നു എന്നുള്ളൊരു അടയാളം വേണം എന്നതാണ് ഒരു ജീവിതത്തിൽ നമുക്ക് കാണുന്നത്. നല്ലൊരു ചർച്ചയാണ്. നമുക്ക് ഈ ചർച്ച നമ്മൾ തുടരാവുന്നതാണ്. മാന്യപ്രേക്ഷകരെ, ആരും എങ്ങും പോകരുത്. ഈ ചർച്ച ഞങ്ങൾ തുടരുന്നു.
ചെങ്കടലിലൂടെ എന്നുള്ള വേദപഠനത്തിലേക്ക് മാന്യ പ്രേക്ഷകർ ഏവർക്കും സ്വാഗതം. ഇപ്പോൾ ചെങ്കടലിലുള്ള അനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ ജനങ്ങൾ അവർ കാനാൻ ദേശത്തേക്ക് പോവുകയാണ്. ദൈവം നടത്തിയ വിധങ്ങളെക്കുറിച്ച് ഒന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഇസ്രായേലിനെ ദൈവം വിളിച്ച് വേർതിരിച്ച് അവർ പോകുന്നതായ യാത്ര അവർ ഭയചകിതരായിട്ട് ദൈവത്തിൻ്റെ കരുതലിൽ നിന്ന് കൊണ്ട് തന്നെ പോകുമ്പോൾ അവർ പറയുകയാണ്, ദൈവത്തിൻ്റെ കരുതലിൽ എന്ന് പറഞ്ഞാൽ അവർക്ക് മറ്റ് യുദ്ധങ്ങളെയോ മറ്റു കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർ വ്യതിചലിച്ച് പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതൊരു ഭാഗം. രണ്ടാമത് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ അവർ ചെങ്കടലിന് മറ്റ് മറുകരയിൽ കൂടി പോകുവാനായിട്ട് തീരുമാനമെടുത്ത് അതൊരു വലിയ യാത്രയുടെ ഒരു ഭാഗമായി തീർന്നു. എന്നാൽ ഈ യാത്രയിലെല്ലാം ദൈവത്തിൻ്റെ കരവും കാവലും അവർക്ക് കൂടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. കാരണം അവർ പറയുകയാണ്, ഞങ്ങൾക്ക് ഈ യാത്രയിലുടനീളം വേണ്ടത് പകൽ അവർക്ക് മേഘസ്തംഭമായിട്ട് ദൈവം, രാത്രി അഗ്നിസ്തംഭമായിട്ട് ദൈവ സാന്നിധ്യം, അവർക്ക് കഴിക്കുവാനുള്ള ആഹാരം, അവർക്ക് ഇന്ന ആഹാരം വേണമെന്ന് അവർ മാംസത്തിനായിട്ട് അവർ മുറവിളി കൂട്ടിയപ്പോഴത്തേന് അവർക്ക് മാംസം കൊടുത്തു. ഉള്ളി വേണമെന്ന് പറഞ്ഞപ്പോൾ ഉള്ളി കൊടുത്തു. അങ്ങനെ അവരുടെ ആവശ്യങ്ങളെ നിറവേറ്റിക്കൊണ്ട് തന്നെയാണ് ദൈവം അവരെ മുൻപോട്ട് നടത്തുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധ്യമാകും. ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ടത്, ജീവിതത്തിലെ പ്രതികൂലങ്ങളെ അതിജീവിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമാവുകയും നമ്മൾ പ്രതികൂലങ്ങളെ അതിജീവിച്ച് മുൻപോട്ട് പോകുമ്പോൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഇതൊക്കെയും ദൈവത്തിൻ്റെ ഒരു കരുതലാണ് എന്നാണ്. അപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് ദൈവം എത്രമാത്രം കരുതലായി മുൻപോട്ട് അവർക്ക് നടത്തിയോ അതേപോലെയാണ് നമ്മെ ഓരോരുത്തരെയും ഓരോ ദിവസവും ദൈവം നടത്തുന്നത് എന്നുള്ളത് കൂടി നാം മറന്നു പോകരുത്. നമ്മളെ ദൈവം നടത്തുന്ന വിധങ്ങൾ പ്രതിസന്ധികളിൽ നിന്ന്, പ്രശ്നങ്ങളിൽ നിന്ന്, നഷ്ടങ്ങളിൽ നിന്ന്, കണ്ണീരിൻ്റെ ആ അനുഭവങ്ങളിൽ നിന്ന്, താഴ്ചയിൽ, അങ്ങനെയുള്ള പലവിധമായ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലൂടെ ദൈവം നമ്മളെ ഈ ലോകത്തിൽ അത്ഭുതകരമായി ദൈവം നടത്തുന്നു. ഇസ്രായേൽ ജനങ്ങളെ ദൈവത്തിൻ്റെ കൈക്കുള്ളിൽ ആ ദൈവം അവരെ വഹിച്ച് നടത്തുകയായിരുന്നു. എന്നാൽ പോലും അവർ പിറുവിറുത്ത ജനമായി കാണപ്പെട്ടു. അത്ഭുതകരമായി ഇന്നും ദൈവം നമ്മളെ നടത്തുന്നു. എന്നാലും ദൈവത്തിനെതിരായിട്ട്, ആ സ്വർഗീയ ദൈവത്തിനെതിരായിട്ട് നമ്മളെന്താണ്, ഇന്നും നമ്മൾ പിറുവിറുക്കുന്ന അനുഭവങ്ങൾ നിരവധി ഉണ്ട്, അല്ലേ? നമുക്ക് നോക്കുമ്പോൾ അന്നും ഇസ്രായേൽ ജനങ്ങളുടെ ജീവിതത്തിൽ കാണപ്പെട്ട അടയാളങ്ങൾ, ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള കാണപ്പെട്ട അടയാളങ്ങൾ, ഇന്ന് ദൈവം നമ്മളെ നടത്തുന്നു എന്നുള്ള ആ കാണാവുന്ന അടയാളങ്ങൾ, അതിനെക്കുറിച്ച് പാസ്റ്റർ ഒന്ന് പറയാൻ പറ്റും? ദൈവം അവരെ നടത്തുന്നു എന്നുള്ളതിന് ഏറ്റവും ഉത്തമമായ ഒരു തെളിവാണ് ദൈവം പകൽ മേഘസ്തംഭമായിട്ട് അവരോട് കൂടെ ഇരുന്നു. അതായത് അവർ വെയിൽ കൊള്ളുന്നത് പോലും സ്വർഗത്തിലെ ദൈവം ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ രാത്രി അഗ്നി തുണയായിട്ട് ദൈവം കൂടെയിരുന്നു. അവർക്ക് പ്രകാശം നൽകിക്കൊണ്ട് ദൈവം അവരെ നയിച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതുമാത്രമല്ല, മോശയുടെ ജനനം മുതലുള്ള സമയത്ത് ദൈവം എത്ര അത്ഭുതകരമായിട്ടാണ് അവരെ നയിച്ചത്, അവരെ നടത്തിയത് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കും. കാരണം മോശ മരിക്കേണ്ട സാഹചര്യത്തിൽ ദൈവം ഫറവോൻ്റെ പുത്രിയിലൂടെ മോശയെ രക്ഷയിലേക്ക് കൊണ്ടുവരുന്നു. അതിനുശേഷം ദൈവം ഇസ്രായേൽ ജനങ്ങളെ, അതിനു മുമ്പ് നോക്കുമ്പോൾ ആൺകുഞ്ഞുങ്ങളെ കൊല്ലുവാൻ ആജ്ഞ പുറപ്പെടുവിക്കുന്ന സമയത്തും ദൈവം അവിടെ സൂതകർമ്മിണികളിലൂടെ അവിടെ പ്രവർത്തിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഇനി അവരെ കൊണ്ടുപോകുന്ന വേളയിൽ ദൈവം ഫറവോൻ വിടാത്തതായിട്ടുള്ള സമയത്ത് ദൈവം ബാധകളെ അയക്കുന്നു. അത് മിസ്രൈമ്യർക്ക് മാത്രമേ ഏൽക്കുന്നുള്ളൂ, ഇസ്രായേൽ ജനങ്ങൾ കേൾക്കുന്നില്ല. അത് കഴിഞ്ഞ് സംഹാരകൻ വരുമ്പോഴും അത് തന്നെയാണ്, അതും മിസ്രൈമ്യർക്കാണ് ഏൽക്കുന്നത്, ഇസ്രായേൽ ജനങ്ങൾ കേൾക്കുന്നില്ല. അവിടെ നിന്നും ദൈവം കൊണ്ടുപോകുമ്പോൾ ഓരോ വേളയിലും ദൈവം സസൂക്ഷ്മം അവരെ സൂക്ഷിച്ചു കൊണ്ടുപോകുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഇവിടെ ചെങ്കടലിൻ്റെ അനുഭവം നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, മുന്നിൽ ചെങ്കടൽ, പിന്നിൽ ഫറവോൻ്റെ സൈന്യം. ദൈവം മോശയോട് പറയുന്നു വടി കൊണ്ട് അതിനെ അടിക്കാൻ. അങ്ങനെ അടിക്കുന്ന സമയത്ത് ചെങ്കടൽ രണ്ടായി പിളർന്നു പോകുന്നു. അവർ വളരെ ഭംഗിയായിട്ട് അതിലൂടെ ഉണങ്ങിയ നിലത്തിലൂടെ നടന്നു പോകുന്നു. പിന്നിൽ വരുന്ന സൈന്യം അവിടെ മുങ്ങി ചാവുന്നതായിട്ടും കാണുവാൻ സാധിക്കും. അപ്പോഴും ദൈവം അവരെ അതിശയകരമായിട്ട് മുന്നോട്ട് നയിച്ചു കൊണ്ട് പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അത് കഴിഞ്ഞിട്ട് മരുഭൂമിയിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, അവർ കനാൻ ദേശത്ത് എത്തി കൃഷി ചെയ്ത് ആദ്യ ഫലം അനുഭവിക്കുന്ന സമയം വരെയും സ്വർഗത്തിലെ ദൈവം അവർക്ക് മന്ന പൊഴിച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു എന്നാണ്. അതുപോലെ മരുഭൂമിയിൽ വെള്ളമില്ലാതിരുന്ന സാഹചര്യത്തിൽ ദൈവം പാറയോട് കൽപ്പിച്ച് അവർക്ക് മധുരമേറിയ വെള്ളം അവിടെ കൊടുത്തുകൊണ്ടിരുന്നു. അതുപോലെ അവരുടെ ആവശ്യങ്ങളെല്ലാം ദൈവം അവിടെ നിറവേറ്റി കൊടുത്തുകൊണ്ടേയിരുന്നു. ദൈവത്തിൻ്റെ വചനം പറയുന്നത്, അവർ ഈ 40 വർഷം മരുഭൂമിയിലൂടെ നടന്നിട്ടും അവരുടെ ചെരുപ്പ് തേഞ്ഞു പോയിട്ടില്ല,
അവരുടെ വസ്ത്രം പഴകിപ്പോയിട്ടില്ല എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് നോക്കുമ്പോൾ എത്ര മനോഹരമായിട്ട്, എത്ര അത്ഭുതകരമായിട്ട് ദൈവം അന്നും ഇന്നും ജനങ്ങളെ ദൈവം വഴി നടത്തുന്നു. അപ്പോൾ ഇവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, എൻ്റെ ജീവിതത്തിൽ പല പ്രതിസന്ധികൾ, ഞാൻ മരിക്കേണ്ടതായ അവസ്ഥകളിൽ പോലും എൻ്റെ ദൈവം അത്ഭുതകരമായി ദൈവം നടത്തി. അന്ന് പല ഇൻസിഡൻസ് എനിക്ക് പറയാനായിട്ട് സാധിക്കും. ഞാൻ വെള്ളത്തിൽ, ആറ്റിൽ ഞാൻ നീന്താൻ ഇറങ്ങി, പക്ഷേ ഞാൻ വെള്ളത്തിൽ മുങ്ങി, എൻ്റെ ഇത്ര ഭാഗം മുങ്ങിയിരിക്കുകയാണ്. ആ വെള്ളം എൻ്റെ വായിൽ ഉൾക്കൊണ്ട് ഞാൻ തുപ്പിക്കൊണ്ടിരിക്കുന്ന സമയം ആരോ വന്ന് എന്നെ കൈപിടിച്ച് പൊക്കി വിട്ടു. കൂട്ടുകാരിൽ ആരോ വന്ന്, ആരാണെന്ന് പിന്നീടാണ് അറിഞ്ഞത്. അപ്പം ആ സമയത്ത് ആരോ വന്ന് എന്നെ പിടിച്ച് എന്നെ പൊക്കി വിട്ടില്ലായിരുന്നെങ്കിൽ ചുഴിയിലകപ്പെട്ട് ഞാൻ അന്ന് മരിച്ചു പോകുമായിരുന്നു. പ്രതിസന്ധികളിൽ ദൈവം നമ്മളെ എപ്പോഴും അത്ഭുതകരമായി, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് പാസ്റ്ററിന് പറയാൻ പറ്റുമോ? ഒട്ടനവധി കാര്യങ്ങൾ പറയുവാനായിട്ട് സാധ്യമാകും. കാരണം ജീവിതം എന്ന് പറയുന്നത് തന്നെ പ്രതിസന്ധികളുള്ളതാണ്. എൻ്റെ ജീവിതത്തിലെ പല സമയങ്ങളിലും ഇപ്രകാരമുള്ളതായ അപകടങ്ങളിൽ നിന്ന് ദൈവം എന്നെ വിടുവിച്ചിട്ടുണ്ട്. ഞാനൊരിക്കൽ കാറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഞാനും എൻ്റെ ബ്രദറും വേറെ ഒരാളുമായിട്ട് പോയ സമയത്ത്, ഞാൻ ഓടിച്ചുകൊണ്ടിരുന്ന സമയത്ത് കാറ് തലകീഴായിട്ട് മറിഞ്ഞ്. പക്ഷേ എനിക്ക് ഒന്നും സംഭവിച്ചില്ല. എൻ്റെ ആ യാത്ര ചെയ്ത ഒരാളുടെ മാത്രം ഈ ചിന്നിനൊരു ചെറിയ തടിപ്പുണ്ടായി, വേറെ ആളുകൾക്കൊന്നും സംഭവിച്ചില്ല. നാട്ടുകാർ വന്ന് ആ കാറ് നേരെ എടുത്തു വെച്ച് ഞങ്ങളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പരിശോധിച്ച് മറ്റു പ്രതിസന്ധികളില്ല എന്ന് പറഞ്ഞു വരിക ഇടയായി തീർന്നിട്ടുണ്ട്. അതുപോലെ മറ്റൊരു സമയങ്ങളിൽ ഇതുപോലെ ഒരു അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി ദൈവം രക്ഷിച്ചു. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവമാകുമ്പോൾ ഇത് കേവലം ഒരു സാക്ഷ്യമായി മാത്രമാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്. എന്നാൽ കരുതലിനെക്കുറിച്ച് ഓർക്കുമ്പോൾ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് വിലയിരുത്തുവാൻ കഴിയാത്ത വിധം ശ്രേഷ്ഠമായ കരം നമ്മെ എല്ലാവരെയും നയിക്കുന്നു. അത് ഓരോ വ്യക്തികളും അവരുടെ വ്യക്തിജീവിതത്തിൽ അറിഞ്ഞിരിക്കണം, ദൈവം എത്രമാത്രം കരുതുന്നവനാണ് എന്ന്. നല്ലൊരു ചർച്ചയായിരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പാസ്റ്റർ മഹേഷ് പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായിരിക്കുന്ന അടിയുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, അടിയങ്ങളോട് കൂടെ ഇരിക്കുന്ന വലിയ കബോൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. തുടർന്നും ദൈവിക കരം അടിയങ്ങളോടും ഇത് കേൾക്കുന്നതായിട്ടുള്ള പ്രിയപ്പെട്ടവരോടും അവിടെ നിന്ന് കൂടെ ഇരിക്കണമെന്ന് അടിയക്കായി കാൽവരിയിൽ മരിച്ചുയർത്ത് നേക്കും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇത്ര നേരം സ്റ്റുഡിയോയിൽ കടന്നു വന്ന് നല്ല ആശയങ്ങൾ പങ്കുവച്ച പാസ്റ്റർമാർക്ക് പ്രത്യേകമായ നന്ദി. മാന്യ പ്രേക്ഷകരെ, ഇത്രയും നേരം വളരെ നല്ല ആശയങ്ങൾ ശ്രമിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.